നമ്മൾ ഈ ഓണക്കാലത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഓണമില്ലാത്ത കുറച്ച് മനുഷ്യരുണ്ട് കേട്ടോ. ഇപ്പോഴും ഉറ്റവരെ കാത്തു നിൽക്കുന്ന വിഴിഞ്ഞത്തെയും മുതലപ്പുഴയിലെയും ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ നിങ്ങൾ മറന്നോ? നമ്മൾ ഒരിക്കലും മറക്കരുത്. 23 ദിവസമായി അവരുടെ ഉറ്റവരെ കാണാതായിട്ട് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന ഏറ്റവും സങ്കടകരമായ വാർത്ത ഈ ഓണക്കാലത്തും വേദനയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് അതിൻ്റെ ആ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ എവിടെ പോയി? പരിശോധിക്കേണ്ടതുണ്ട്. ആ വിഷയം വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായ മത്സ്യത്തൊഴിലാളികളെ ഇതുവരെയും കണ്ടെത്താനായില്ല. ജോൺ മത്യാസിനെ കാണാതായിട്ട് 23 ദിവസം പിന്നിടുന്നു. തെരച്ചിൽ ഏകോപനമില്ലായിരുന്നുവെന്നും പേരിന് വേണ്ടി മാത്രം തെരച്ചിൽ നടത്തുന്നുവെന്നും പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം പാഴാക്കിയെന്നും ജോണിന്റെ മകൾ നേരത്തെ ആരോപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് മുതലപ്പുഴയിലെ ഷിജിൻ, ഇതുപോലെ തന്നെയായിരുന്നു നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയും. അങ്ങനെ 3 മനുഷ്യരാണ് എവിടെയാണെന്നറിയില്ലാതെ ഇപ്പോഴും അവരുടെ ഉറ്റവർ കാത്തിരിക്കുന്നത്. നൗഫൽ എന്നോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നോക്കാം ആ തെരച്ചിൽ പേരിനെങ്കിലും ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന്. നൗഫൽ, ഓണക്കാലമാണ്, എല്ലാവരും വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ തീരദേശത്തിന് പറയാനുള്ളത് വേദനയുടെ, കാത്തിരിപ്പിന്റെ, കണ്ണീരിന്റെ കഥകളാണ്. ആ മനുഷ്യരെ കാണാതായിട്ട് 23 ദിവസം, അതായത് 3 ആഴ്ചകൾ പിന്നിടുന്നു. ഏകദേശം 1 മാസത്തിലേക്ക് അടുക്കുകയാണ്. മനു, ഗുഡ് മോർണിംഗ്. മനു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഒരു ഓണക്കാലം കൂടിയാണ്. ആ ഓണക്കാലത്ത് ഒരു സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഈ തീരദേശ മേഖല കടന്നു പോകുന്നുള്ളത് എന്ന് തന്നെയാണ്. അതായത് ഈ പറയുന്ന പ്രധാനമായും ഈ പറയുന്ന ജോൺ മത്യാസിൻ്റെ വിഴിഞ്ഞത്തു നിന്നും കാണാതായ പുല്ലുവിള സ്വദേശിയായിട്ടുള്ള ജോൺ മത്യാസിൻ്റെ കാര്യമാണ് നാം നിരന്തരം അതിൻ്റെ പുറകെ തന്നെ അന്വേഷണവുമായി അല്ലെങ്കിൽ തിരക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ജോൺ മത്യാസിൻ്റെ മകൾ ഇന്നലെ നമ്മളുമായി പങ്കുവച്ച കാര്യങ്ങൾ വളരെ വേദനാജനകമാണ്. അതായത് അതായത് ജോണിനെ കാണാതായി ആദ്യ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട സമയം ഒഴിവാക്കി അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തി എന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ആരോപണം ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു, അത് ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രി ഉൾപ്പെടെ, ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെ ആ വീട്ടിലേക്ക് എത്തുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്നത് പോലെ അവരുടെ പ്രധാന ആവശ്യമായിരുന്നു പിന്നീട് ഈ പറയുന്ന ജോൺ മത്യാസിന് വേണ്ടിയുള്ള തിരച്ചിൽ. അത് രാമേശ്വരം കേന്ദ്രീകരിച്ച്, അതായത് അങ്ങോട്ട് അവിടെ നിന്ന് മറ്റ് മത്സ്യത്തൊഴിലാളികളുടെ ചിലരുടെയൊക്കെ ഈ പറയുന്ന കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് കൂടി ഇത് മാറ്റണം, അവിടെ കൂടി തിരച്ചിൽ നടത്തണം എന്ന ഒരു ആവശ്യമാണ് ഈ പറയുന്ന ജോൺ മത്യാസിൻ്റെ മകൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ന് 22 ദിവസമായപ്പോൾ ഓരോ ദിവസം നമ്മളിത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന ഒരു ദിവസം പോലും ഈ രാമേശ്വരം തീരത്തേക്ക് ആ അന്വേഷണം പോയിട്ടില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് അവർ നമ്മളുമായി പങ്കുവച്ചത്. ഈ പറയുന്ന ഫിഷറീസ് വകുപ്പിൻ്റെ നീലിൽ ധീവര എന്ന് പറയുന്ന ഒരു ബോട്ടും മറ്റൊരു വള്ളവുമാണ് താൽക്കാലികമായി, അതായത് ജോൺ മത്യാസിൻ്റെ മകൾ വീണ്ടും പറയുന്നത് ഈ കുടുംബത്തിന് നിരന്തരമായ അപ്ഡേഷനൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെയാണ് ആ കുടുംബം വ്യക്തമാക്കിയത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീലങ്കൻ തീരത്തുൾപ്പെടെ ഇത്തരത്തിലുള്ളൊരു ബോട്ട്, കേരളത്തിൽ നിന്ന് പോയ ഒരു ബോട്ട് ശ്രീലങ്കൻ തീരത്തെ കണ്ടെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എംബസിയുമായി സഹകരിക്കുകയും അല്ലെങ്കിൽ എംബസിയുമായി സഹായം അഭ്യർത്ഥിക്കുകയും അതുവഴി സർക്കാരിനോടും ഫിഷറീസിൻ്റെ DDയോടും ആവശ്യപ്പെടുകയുണ്ടായി. അവരുമായി ഒന്ന് സമീപിക്കണമെന്ന് ഒരാഴ്ച പിന്നിടുകയാണ്. പക്ഷേ ഇന്നലെയും ഈ പറയുന്ന എംബസിയുടെ അവരുമായി ബന്ധപ്പെട്ടോ എന്ന ചോദ്യത്തിന് DDയുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി അത് അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് അന്വേഷിക്കാം എന്ന രീതിയിലാണ്. അപ്പോൾ ആ മകൾ പറഞ്ഞ ഓർമ്മയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ കേട്ടതിന് ശേഷം അവിടെ ആ മനുഷ്യർ പെരുമഴയത്ത് സമരമുഖത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് മന്ത്രി CP ജോൺ അവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മനുഷ്യരെ കണ്ടെത്തുന്നത് വരെ ഈ തീരത്ത് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നാണ്. അന്ന് ആ വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം സർക്കാരിന്റെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ എംബസിയുമായി ബന്ധപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നൗഫൽ പറയുമ്പോൾ ആ വാക്കുകളൊക്കെ വെറും വാക്കുകളായി പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തന്നെയാണ്. അത് മുതലപ്പുഴയിൽ പറയുന്ന കാണാതായ ഷിജിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. അത് പിറ്റേ ദിവസം, അതായത് അന്ന് മന്ത്രി വന്ന് ഉറപ്പ് നൽകിയതിൻ്റെ പിറ്റേ ദിവസം കേരളം ആ വാക്കിൻ്റെ വില എന്താണെന്ന് കണ്ടതാണ്. അതായത് അന്ന് മന്ത്രി ആ സമരം ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ബഹളം അവസാനിപ്പിക്കാൻ അന്ന് വൈകുന്നേരം പറഞ്ഞത് പിറ്റേന്ന് അതിരാവിലെ തന്നെ അവിടെ തിരച്ചിൽ ആരംഭിക്കും, വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന ഉറപ്പിന്മേലാണ് ആ കുടുംബം അന്ന് അവിടെ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ പിറ്റേന്ന് രാവിലെ 11-12 മണിയോടുകൂടി ആയിട്ട് പോലും, അതായത് നേരം പുലർന്ന് ഉച്ചയായിട്ട് പോലും ആ തിരച്ചിലന്ന് ആരംഭിച്ചിരുന്നില്ല. അതായത് മന്ത്രി തലേ ദിവസം പറഞ്ഞതിൻ്റെ വില എന്താണെന്ന് പിറ്റേ ദിവസം തന്നെ കേരളം കണ്ടതാണ്. അതും എങ്ങും ഇതുവരെയും എത്തിയിട്ടില്ല. ആ തിരച്ചിലും അലംഭാവത്തിൽ തന്നെയാണ്. അതായത് ആ പറയുന്ന ടെട്രോപേഡിൻ്റെയും കടലിടുക്കിൻ്റെയും അല്ലെങ്കിൽ ആ കയറുന്ന കരയുടെ പ്രദേശത്ത് വെച്ചാണ് ഷിജിനെ കാണാതാകുന്നത്. അപ്പോൾ അതിനിടയിലേക്ക് വ്യാപകമായ തിരച്ചിൽ വേണമെന്ന ആ കുടുംബത്തിൻ്റെ ആവശ്യം
നിലനിൽക്കെ തന്നെ അതൊന്നും നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തെ കാര്യമാണ് പ്രധാനപ്പെട്ട മറ്റൊന്ന്. ഈ പറയുന്ന ജോൺ മത്യാസിന് വേണ്ടിയുള്ള തിരച്ചിൽ ആ എംബസിക്കാരുമായി ഇന്നലെയും അവർ മറുപടി പറയുന്നത് ഒരാഴ്ച മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഇന്നലെ അപ്ഡേറ്റ് ചെയ്യാം എന്ന ഒരു മറുപടിയാണ് വാട്സപ്പ് സന്ദേശം വഴി അവർക്ക് നൽകിയത്. അപ്പോഴും ആ മകൾ തിരിച്ചു ചോദിച്ചു, ഇനി എന്തിനാണ് പ്രധാനപ്പെട്ട സമയങ്ങൾ അവസാനിക്കുന്നു അല്ലെങ്കിൽ കഴിയുന്നു, 23 ദിവസം പിന്നിടുന്നു, ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമയങ്ങൾ നശിപ്പിക്കുമ്പോൾ ഇവർ ചോദിക്കുമ്പോഴും ആവശ്യപ്പെടുമ്പോഴും മാത്രമുള്ള അന്വേഷണം, അതായത് ഇങ്ങനെയൊരു തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഈ കുടുംബത്തിൻ്റെ മുന്നിൽ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ആരെ ബോധിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു തിരച്ചിൽ നടത്തുന്നത് എന്ന് തന്നെയാണ് ജോൺ മത്യാസിന്റെ മകൾ ചോദിച്ചത്. മനു പറഞ്ഞതുപോലെ വളരെ വളരെ ദയനീയമാണ് നൗഫൽ പറഞ്ഞതുപോലെ. അവരാവശ്യപ്പെടുമ്പോൾ മാത്രം എന്തെങ്കിലും കാണിച്ചു കൂട്ടുകയാണ്, തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ഒരു തെരച്ചിലാണോ നമുക്ക് വേണ്ടത്? ഒരല്പം ആത്മാർത്ഥതയോടെ ആ കുടുംബത്തിന്റെ വേദനയെ സമീപിക്കുകയല്ലേ വേണ്ടത്? എന്താണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് പറ്റിയത്? എന്താണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ മനുഷ്യത്വം എവിടെ പോയി? വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യരല്ലേ, അവരുടെ കുടുംബങ്ങളെയല്ലേ കാണാതായി പോയത്? ആ ഒരു ആത്മാർത്ഥതയോടെ ആ തെരച്ചിലിന്റെ ഭാഗമാകുകയായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടുമായിരുന്നില്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ഗോൾഡൻ അവേഴ്സ് എന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ആദ്യ മണിക്കൂറിലെ തെരച്ചിൽ എങ്ങനെ നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ വീണ്ടെടുക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഇവിടെ ആ ഗോൾഡൻ അവേഴ്സിൽ വലിയ അലംഭാവമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിന് ഇത്രയും ദിവസം ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നത്. ആ കാത്തിരിപ്പ് അനന്തമായി നീളുകയാണ്. മറ്റെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ആ കുടുംബങ്ങൾ എത്രമാത്രം വേദനയിലായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം